നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മലയൻകീഴിൽ നിന്നും ഒരു 3 കിലോമീറ്റർ മാറി ചീനിവിള എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. ഏകദേശം മീഡിയം ബഡ്ജറ്റ് വീടുകൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു 2 നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ വീടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ കണ്ടംപററി ബോക്സ് ടൈപ്പായാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. മനോഹരമായ ഇൻ്റർലോക്ക് ഇട്ട ഈ മുറ്റത്ത് നമുക്ക് 2 കാറുകൾ വരെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വലിയ കാറും ഈ ഭാഗത്ത് ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മനോഹരമായ ചെറിയൊരു ഗാർഡൻ ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മുറ്റത്ത് നിന്ന് നമ്മൾ വിശാലമായ ഒരു സിറ്റ് ഔട്ടിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. സിറ്റ് ഔട്ടിൽ മനോഹരമായ ടീക്ക് ഫിനിഷിൻ്റെ ടൈല് നൽകിയിട്ടുണ്ട്. തേക്കിൻ്റെ ഒരു ഡോറാണ് നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്നും ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതിനായിട്ട് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്നാൽ നമ്മൾ വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ്. നമുക്ക് സോഫ ഈ കോർണറിലായിട്ട് ഇടുവാനായിട്ട് സാധിക്കും. ഒരു മോഡേൺ കണ്ടംപററി യൂണിറ്റ് TV വയ്ക്കാനായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയറെല്ലാം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഇൻറ്റീരിയറിന് ചേരുന്ന രീതിയിലുള്ള വാം ലൈറ്റിങ്ങും ഈ സീലിങ്ങിലെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ലിവിങ്ങിൽ നിന്ന് മാറി ഒരു വശത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് തന്നെയാണ്. ഡൈനിങ്ങിൻ്റെ സമീപത്തായാണ് സ്റ്റെയർ കേസ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻവെർട്ടറും മറ്റ് ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ടേബിൾ ടോപ്പായി ക്രമീകരിച്ച വളരെ മനോഹരമായി ഗ്രാസൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു മനോഹരമായ വാഷ് ബേസിൻ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു എലിപ്സ് ഷേപ്പിലുള്ള ഗ്ലാസും ഒരു ടവൽ ക്ലാമ്പും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രകാശത്തിനായിട്ട് ലൈറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നത് മനോഹരമായ ഒരു പാർട്ടീഷൻ നൽകിയ ഒരു എൻട്രൻസിൽ നിന്നാണ് കിച്ചണിലേക്ക് കയറുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ടീക്ക് ഫിനിഷിൻ്റെ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഒരു ഷെൽഫും കൊണ്ടാണ് ഈ കിച്ചൺ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ ടോപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ സ്ഥാനം ഇവിടെയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കിണറിലെയും വാട്ടർ കണക്ഷൻ്റെ വെള്ളം ലഭിക്കുന്ന രീതിയിലൊരു കിച്ചൺ സിങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒപ്പം അടിയിലായിട്ടും വിശാലമായി നമുക്ക് സാധനങ്ങൾ ക്യാരി ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം താഴെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ റൂമാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമാണിത്. ഈ റൂമിൽ മനോഹരമായ ഒരു 4 ഡോറിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു ഷെൽഫ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച് തന്നെയാണ് വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമും ഈ റൂമിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തടിയിൽ തീർത്ത മനോഹരമായ ഒരു ഹാൻഡ് റെയിലാണ് ഈ സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് വരുന്നത് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ ലിവിങ് ഏരിയയാണ്. ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് ഒരു ചെറിയ TV യൂണിറ്റ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വെളിച്ചവും എല്ലാം കിട്ടുന്ന രീതിയിൽ ജനലിൽ നിന്ന് മാറ്റിയാണ് ഈ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു ഇൻറ്റീരിയർ ഈ ഹാളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്ന് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ വിശാലമായ ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഇവിടെ ഇരുന്ന് സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കും. വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ഈ ഓപ്പൺ ഏരിയയും ക്രമീകരിച്ചിട്ടുള്ളത്. 3 റൂമുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ആദ്യത്തെ റൂമാണിത്. ഇവിടെയും നേരത്തെ താഴെ പറഞ്ഞതുപോലെയുള്ള അളവിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 12x10 ഈ റൂമിൻ്റെ വലിപ്പം. ഇവിടെയും മനോഹരമായ ഒരു 4 ഡോറിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ക്രമീകരിച്ച് ചെയ്തിരിക്കുന്ന ഒരു കബോർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു റൂം തന്നെയാണിത്. ഈ റൂമിനും മനോഹരമായ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അറ്റാച്ചായി ക്രമീകരിച്ച 3ാമത്തെ റൂമാണിത്. ഇതും അതേ അളവിൽ തന്നെ 12x10 ക്രമീകരിച്ച ഒരു റൂം തന്നെയാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണിതും. ഈ റൂമിൽ 4 ഡോറിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു കബോർഡ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 3.1 സെൻറ്റ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആസ്കിംഗ് പ്രൈസ് 48 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങാനായിട്ട് ലോണും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ദയവായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.